നമ്മുടെ അച്ഛനെ എല്ലാവരുടെ മുന്നിലും വെച്ച് അവന്റെ കാലവൻ പിടിപ്പിച്ചില്ലേ? അവനോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എല്ലാം മറന്ന് അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കണോ അല്ലേ? ഇപ്പൊ തന്നെ ആ പ്രതാപൻ എത്ര വലിയ ദുഷ്ടനാണെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുത്തിട്ട് എന്നെ കാര്യം. ചേച്ചി ചേച്ചി നിൽക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. പ്രതാപൻ ഇഷ്ടം പോലെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് കരുതി അയാളെ തെറ്റുകൾ മനസ്സിലാക്കി സ്വയം തിരുത്തി നല്ലൊരു മനുഷ്യനായി മാറില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രതാപന്റെ ചുറ്റുമുള്ളവര് ഉപദേശിക്കുന്നതിനനുസരിച്ചാണ് അയാള് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. അല്ലാതെ അയാള് അത്ര ദുഷ്ടനൊന്നും അല്ല. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അയാൾക്കെതിരെ നിർത്താതെ പരാതികൾ കൊടുത്തത്? അതൊക്കെ എന്റെ മണ്ടത്തരത്തിന് ഞാൻ കാണിച്ചു പോയതാ. ആ വിഷയങ്ങളിലെല്ലാം ന്യായം പ്രതാപന്റെ ഭാഗത്തായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. പിന്നീട് കുറ്റബോധം കൊണ്ടാണോ എന്നെനിക്കറിയില്ല, അയാളോട് ഒരിഷ്ടം തോന്നി. അങ്ങനെ ഒരാൾ വന്ന് പെണ്ണ് ചോദിക്കുമ്പോ എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? ഞാൻ കല്യാണത്തിന് സമ്മതിക്കുന്നത് ത്യാഗമായിട്ടൊന്നുമല്ല. അത്രയും വലിയൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നത് എങ്ങനെയാ ത്യാഗമാവുക? നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബന്ധമല്ലേ അത്? ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ സമാധാനായിട്ട് പോയി കിടന്നുറങ്ങ.